It all begins with a single step, a simple thought, to create comfort, to craft freedom. അപ്പൊ ഞാൻ ഉള്ളത് ഇപ്പോ ലൂജിലാണ്. ലൂജിലെ എല്ലാമായ മാത്യു ചേട്ടനും ഷീജ ചേച്ചിയുടെ അടുത്താണ് ഞങ്ങൾ ഉള്ളത്. അപ്പൊ ഞാനും മഞ്ജുവും രാവിലെ ശരിക്കും ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഞാൻ ഒരു 2-3 മാസം മുന്നേ ഒരു വീഡിയോയിലൂടെ തന്നെയാണ് അറിഞ്ഞത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കാരണം ഈ കസ്റ്റമൈസ് ചെയ്യുന്ന ചെരുപ്പുകൾ വളരെ കുറവല്ലേ. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അവസരമല്ല സന്ധ്യ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് എന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം ചേട്ടാ ചേച്ചി. അപ്പോ എന്താണ് ഈ ഒരു ലൂജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? അതായത് എത്ര വർഷമായി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്, എന്താണ് ലൂജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങളിലേക്ക്? 10 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്നപ്പം നമുക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ചെരുപ്പ് ഡിസൈനിങ്, ചെരുപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്ന് ചാടാൻ കാരണം. അപ്പോൾ എത്ര വർഷമായി ശരിക്കും ലൂജ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട്? ലൂജ് അവൈലബിൾ ആവട്ടെ ഏതാണ്ട് ഇപ്പോൾ ഒരു 3 കൊല്ലത്തോളമായിട്ടുണ്ട്. 3 വർഷം. ഇതിപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് 5 കൊല്ലത്തോളമായി. എനിക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ അറിയാം, പാറ്റേൺ ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മാനുഫാക്ചറിങ് വശം പഠിക്കാനായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ ആമ്പൂർ എന്ന പോയ സ്ഥലത്ത് പോയി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ശരിക്കും ഇത് കസ്റ്റമൈസേഷൻ ആണോ ചേട്ടൻ്റെ മനസ്സിലൊരു ആഗ്രഹം? തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ പിന്നെ ഈ എക്സിബിഷൻ വഴി കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് പരിചയപ്പെടുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആണ് പിന്നെ നമ്മൾ കസ്റ്റമൈസേഷനിലോട്ട് ചാടിയത്. കുറേ ഇപ്പോൾ 3 വർഷമായില്ലേ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള പല റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തൊക്കെയാണ് ഇതേപോലെയുള്ള ഏതൊക്കെ കസ്റ്റമൈസേഷൻ ഓരോ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മുടെ അടുത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒത്തിരി പേരും ഇവിടെ വന്നിട്ടുണ്ട്. ചിലവർ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ എല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാലുകൾക്ക് നീളം കൂടുതൽ, ചില കാലിന് നീളക്കുറവ്. അങ്ങനെ ഒരാൾക്ക് തന്നെ കൂടുതൽ നീളമുള്ള റൈറ്റ് കൂടുതലാണെങ്കിൽ ലെഫ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, അവർ തന്നെ നമ്മുടെ അടുത്ത് പറയും എനിക്ക് 42 അല്ലെങ്കിൽ 41 സൈസ് റൈറ്റ് കാല് വേണം, 39 അല്ലെങ്കിൽ 38 ലെഫ്റ്റ് കാലിൽ വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരുടെ കാലിന് എന്താണോ പ്രശ്നം അതനുസരിച്ചുള്ള ചെരുപ്പ് അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ആ രീതിയിൽ നമ്മൾ സൈസ് അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഹീൽ പെയിൻ ഉണ്ട്. അത് എനിക്കും ഹീൽ പെയിൻ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ഹീൽ പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്നത് സോഫ്റ്റായ ചെരുപ്പിടണം എന്നാണ്. കാരണം ഫ്ലാറ്റ് ആയിരിക്കണം, എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം ചെയ്യണം. പിന്നെ ഹീലിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഫോമും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് ഇവിടെ നമ്മളൊരു ഹീലിന് മാത്രമായിട്ട് ചെറിയൊരു ഫോമും കൂടി ഇവിടെ ഒരു വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുവാണ്, ആ ഹീലിൽ സോഫ്റ്റായ ഫോം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കാലിന് പെയിൻ കുറയുന്നുണ്ട്. അങ്ങനെ ചില വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ചില പ്രായമായവരൊക്കെ നമ്മുടെ കാൽപാദം ഇങ്ങനെ ഒരു ഗ്യാപ്പ്, ഒരു സ്ട്രെച്ചായിട്ട് നിൽക്കുന്ന രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കസ്റ്റമൈസേഷനും ചെയ്തു കൊടുക്കും. അതായത് ഓരോ ഫുട്ടിൻ്റെ കാലിങ്ങനെ വരല്ലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ കാല്, ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഇത് വെച്ചിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ, നമ്മളുടെ അടുത്ത് കസ്റ്റമൈസേഷന് വേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ കാല് ഇങ്ങനെയാണെങ്കിൽ അത് ഈ വിരല്, നമ്മുടെ തള്ളവിരലെന്ന് തന്നവിരൽ അതിങ്ങനെ പറയുന്നത്, ആ വിരല് നേരെ നിൽക്കും, മറ്റേ ഈ 2-4 വിരലും ഇപ്പുറത്തേക്ക് നിൽക്കും. അങ്ങനെയുള്ള 2-3 പേർക്ക് നമ്മളിവിടെ ചെരുപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവര് ഒക്കെ ആയി. അവര് ചെരുപ്പ് നമ്മൾ അയച്ചു തരും, ഫോട്ടോ ഇട്ട് അയച്ചു തരാറുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ അവർ പറയും വളരെ കംഫർട്ടാണ്. അവർ വളരെ താങ്ക്സ് ആണ്. അവർ ഭയങ്കരമായിട്ട് നമ്മളോട് എന്താ പറയുക, ഒത്തിരിയേറെ അവർ നമ്മൾ നന്ദി പറയാറുണ്ട്. നമ്മൾ ആർട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അഡീഷണൽ ആയിട്ട് 1-2 ഫോം വെച്ച്, അത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കേട്ടോ. ചില ആൾക്കാർ പറയും 2 ലെയർ ഫോം വെക്കണം, ചിലർ 2-3 ലെയർ. 3 ലെയറിന് നമുക്ക് വെക്കൽ നടക്കില്ല. കാരണം 1.25 ഒരു 5 വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്കങ്ങനെ ഒത്തിരിയേറെ ആർട്ട് സപ്പോർട്ട് വെക്കാനും പറ്റില്ല. എന്നാലും നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ മെയിൻലി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഇതുപോലെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ ചെരുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ചെരുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന്. അപ്പം ഞാൻ പറയുന്നത്, ഞങ്ങളെല്ലാവരും തന്നെ അങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ജെനുവിൻ ലെതറിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഫുള്ളി ഹാൻഡ് സ്റ്റിച്ചാണിത്. ഈ സ്റ്റിച്ച് ഒരു കാലത്തും അങ്ങനെ വിട്ടുപോകത്തില്ല. അത് അത്ര തേഞ്ഞ് പോവല്ലാണ്ട് ഒരിക്കലും വിട്ടുപോകില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ എത്ര സ്റ്റാഫ്സ് ആണുള്ളത്? കാരണം ഈ ഒരു ഇപ്പോൾ നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ട്, കസ്റ്റമൈസേഷൻ നടക്കുന്നുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര എംപ്ലോയീസിൻ്റെ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലുള്ളത്? നമുക്ക് മാക്സിമം പോയാൽ ഒരു 5 പേരേ ഉള്ളൂ ഇവിടെ. 5 പേരേ ഉള്ളൂ. നിങ്ങൾ 2 പേരും കൂടാതെ ഒരു 5 പേരേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഈ 5 പേര് മതി. കാരണം നമുക്ക് ഒരുപാട് സ്റ്റാഫിനെ ഇവിടെ വെച്ചത് കൊണ്ട് നമുക്ക് ഒത്തിരി സ്പീഡപ്പ് ആക്കാൻ പറ്റില്ല. കാരണം നമ്മളിതെല്ലാം കൈകൾ കൊണ്ട് തന്നെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് അത്ര സ്പീഡ് വർക്ക് ആക്കാൻ പറ്റില്ല. ഈ അപ്പർ പാർട്ട് മാത്രമേ നമ്മൾ ഈ മെഷീനറിയിൽ, ഈ കുഞ്ഞു സ്റ്റിച്ച്, ഈ അപ്പർ പാർട്ട് നമ്മൾ മെഷീനറി സ്റ്റിച്ചാണ്. അതും നമ്മൾ ഏതാണ്ട് 1 വർഷത്തോളം ട്രെയിൻ ചെയ്ത് എടുത്താണ്. നമ്മുടെ ഇവിടുത്തെ ഉള്ള മലയാളി സ്ത്രീകൾ തന്നെയാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് തന്നെയാണ് നമ്മൾ ഈ തൊഴിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് ആരും ഇവിടെ എടുത്തിട്ടില്ല. ലേഡീസിന്റെ മാത്രം ഒരു സ്ഥാപനമാണ്. അതായത് അവർക്ക് ആക്ച്വലി വേണ്ട ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി. അപ്പൊ ഈ ബാക്കിയുള്ള ഈ സ്റ്റിച്ച് ഒക്കെ കൈകൊണ്ട് തുന്നുന്നതാണ്. അപ്പൊ ശരാശരി ഒരു ദിവസം നമുക്ക് എത്ര ഒരു പ്രൊഡക്ഷൻ? ഞങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു 15 വരെ, ഒരു മാക്സിമം ആട്ടോ. കാരണം നമുക്കത് ഇത് അപ്പർ കട്ട് ചെയ്യണം, ഒട്ടിക്കണം, പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യണം, ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതനുസരിച്ച് എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് അതായത് അത്രയും ക്വാളിറ്റി നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളത് ചെയ്യുന്നത്. സ്പീഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇത് കണ്ടു, ഇത് ഒരു ഹോള് മാറിയാൽ പോലും ചെരുപ്പിന്റെ ബാലൻസ് വരെ നമുക്ക് തെറ്റിപ്പോകും. അതാണ്. അപ്പൊ എന്തായാലും ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 15 എന്നാണ് ഫിനിഷിംഗ്. 15, പക്ഷേ ചിലപ്പോൾ 15ലേക്ക് എത്താൻ പറ്റാറില്ല. കാരണം നമുക്ക് തിരക്ക് കൂടുന്നതനുസരിച്ച് ഇതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ വരുന്നുണ്ടല്ലോ ഇവിടെ. നമ്മുടെ ഇവിടെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, നേരിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് എത്തിപ്പെടാൻ ഇച്ചിരി പാടാണ്. എന്നാൽ കൂടിയും ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ട്. ശരിക്കും ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റിംഗ് കൊണ്ടുനടക്കുന്നത്? ഇപ്പം നേരത്തെ സംസാരിച്ച ചേട്ടൻ പറഞ്ഞു എക്സിബിഷനിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ട് അല്ലേ, ലൂജിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, നല്ല മോഡൽസാണ്. ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കാം, ജസ്റ്റ് നിങ്ങൾ കയറി നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റും ഈ ഒരു എക്സിബിഷൻ തന്നെയാണോ ഈ ഒരു മാർക്കറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ, അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ എക്സിബിഷനിൽ പോയത് കൊണ്ട് ഞങ്ങൾക്ക് എന്തായിരുന്നു അറിയുമോ, ആളുകളെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി. സാധാരണ നമ്മുടെ നോർമൽ ചെരുപ്പുകൾ ആളുകൾ ഇടുന്നവരുണ്ട്. അല്ലാതെ ചില ആളുകൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ പറയും, അയ്യോ എനിക്കിവിടെ കാലിന് വേദനയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഈ ചെരുപ്പ് പറ്റില്ല, അല്ലെങ്കിൽ ഇതിന് നീളം കൂടുതലാണ്, അല്ലെങ്കിൽ ഇവിടെ ഇച്ചിരി സോഫ്റ്റ് ആകണം. അങ്ങനെ നമ്മൾക്ക് ആളുകളെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഫീഡ്ബാക്ക് ലഭിച്ചിട്ടാണ്. ചിലപ്പം ചില ആൾക്കാർ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പിറ്റത്തെ എക്സിബിഷൻ വരുമ്പോൾ പറയും എനിക്ക് ഒരെണ്ണോടെ വേണം കേട്ടോ, ഇത് എനിക്ക് ഇട്ടിട്ട് നല്ല കംഫർട്ടാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ കുറ്റം പറയുന്നവരുണ്ടാകാം, അതുണ്ടാവും. എന്തായാലും എല്ലാത്തിലും ഉണ്ടല്ലോ, നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. അപ്പൊ എല്ലാം പോസിറ്റീവായിട്ട് ഞാൻ പറയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ കസ്റ്റമൈസേഷനിലേക്ക് തിരിയാൻ തന്നെ കാരണം എക്സിബിഷന്റെ കേരളത്തിന്റെ പല ഭാഗങ്ങൾ എക്സിബിഷന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഏകദേശം അവരോട് അടുക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ. അപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു നമുക്കൊന്ന് കസ്റ്റമൈസേഷൻ ചെയ്താലോ. ഞങ്ങളിത് ശരിക്കും പഠിച്ചിട്ടല്ല എങ്കിൽ പോലും, പക്ഷെ നമ്മൾ ചെയ്തത് ഒക്കെയാണ്. അത് ശരി. അതായത് ഓരോ ഫീഡ്ബാക്കിനും വാല്യൂ കൊടുത്തിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇഷ്യൂസ് ഉള്ള ഈ ആളുകൾ ഒരിക്കലും ഞങ്ങളുടെ അടുത്തോട്ട് ഡയറക്റ്റ് വന്ന് അങ്ങനെ ചെയ്തു തരണം എന്ന് പറയരുത്. കഴിയുമെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ ഡോക്ടർ ഉപദേശം തരും. നിങ്ങൾ ഇന്നത് മെഡിക്കൽ കണ്ടീഷൻസ് ഡോക്ടറെ അടുത്ത് ആദ്യം സഹായം തേടുക എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ വളരെ 100% എഫക്റ്റീവ് ആയിരിക്കും ഈ ചെരുപ്പുകൾ. കാരണം ഇത് യൂസ് ചെയ്യുന്ന ഇനി മെയിൻ ഒരു ചോദ്യം, ഇത് എന്തൊക്കെയാണ് ഒരു ചെരുപ്പിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്? ഇപ്പം ലെതറാണ് എന്നുള്ളത് അറിയാം, കൂടാതെ എന്തൊക്കെയാണ് നിങ്ങൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകൾ? ഞങ്ങൾ ഇവിടെ ജെനുവിൻ ലെതർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ജെനുവിൻ കൗ ലെതറാണ് മെയിനായിട്ടും. കൗ ആൻഡ് ബഫല്ലോ. അത് ശരി. അത് ആ ഒരു മെറ്റീരിയൽ. പിന്നെ PU-ൻ്റെ സോളാണ്. പിന്നെ PU-ൻ്റെ ഫോമുണ്ട്, പല ഡെൻസിറ്റികളിലുള്ള PU-ൻ്റെ ഫോമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം ഈ ചെരുപ്പിൻ്റെ ഉള്ളിൽ 2 ലെയർ ഫോമുണ്ട്.
അത് PU-ൻ്റെ ഫോമാണ്. അപ്പം ആളുകളുടെ ആവശ്യം അനുസരിച്ച് ഡെൻസിറ്റി കൂട്ടുകയും കുറച്ചും ആണ് ഇതിനകത്ത് ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ജെൻസിൻ്റെ ആണല്ലോ അല്ലേ? ഇപ്പോൾ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും അല്ലേയാണ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്. കുട്ടികളുടെ ഒന്നും ആയിട്ടില്ല. ആയിട്ടില്ല. ഈവൻ ജെൻസിൻ്റെ ഷൂസ് പോലും നമ്മൾ സാൻഡൽസ് ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ. അതേപോലെ ഏതെങ്കിലും റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അല്ല നേരിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സെയിൽസ്? ഞങ്ങളിപ്പോൾ ഡയറക്റ്റ് കസ്റ്റമർ മാത്രമേ ഉള്ളൂ, നേരിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. B2C മാത്രമേ ഉള്ളൂ. അത് ശരി. കൂടാതെ ഇത് എന്ത് റേറ്റ് ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഈ ഒരു ലൂജിന്റെ പ്രൈസ്? ഏകദേശം ഞങ്ങളുടെ 1500 സ്റ്റാർട്ടിംഗ് ആണ്. മാക്സിമം പോയാൽ 2500 വരെ. പിന്നെ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതനുസരിച്ച് അതിന്റെ പ്ലസ് ചെറിയ ഈ ഒരു കസ്റ്റമൈസേഷനെ കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. ഈ കസ്റ്റമൈസേഷൻ നമുക്ക് എത്ര ദിവസമാണ് ഒരാൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരിക? നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ ഇതിൽ എക്സിബിഷനൊക്കെ പോകുന്ന സമയത്താണ് വിത്തിൻ 7 days എല്ലാവരും ഡയറക്റ്റ് പറയും. എന്നാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കും, 7 ദിവസത്തിനുള്ളിൽ അവർക്ക് കിട്ടിയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 15 days 20 days ആണ്, ഇൻ ബിറ്റ്വീൻ 15 to 20 days. ആ സമയത്തും നമ്മൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ വിളിച്ചിട്ട് പറയും, സാറേ അല്ലെങ്കിൽ ചേട്ടാ നേരത്തെ വേണം എന്ന് പറയുവാണെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് ചെരുപ്പ് കൊടുക്കുന്നവരുണ്ട്. അത് നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആട്ടോ. ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ 10-12 പേരായി ഗിഫ്റ്റ് കൊടുക്കാനാന്ന് പറയും. അപ്പോൾ നമ്മളെ നേരിട്ട് വിളിച്ച് പറയും ഇന്ന ദിവസത്തിന് എത്തണം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ്, ആനിവേഴ്സറി ആണ്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ചെരുപ്പ് കൊടുക്കണം, ഭാര്യയ്ക്ക്, ഭർത്താവിന്, അല്ലെങ്കിൽ അപ്പച്ചന്, അമ്മയ്ക്ക്, അങ്ങനെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഡയറക്റ്റ് നമ്മളെ വിളിച്ച് പറയുന്നവർക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കും. അതുകൂടാതെ നമ്മൾ ഈ ഗിഫ്റ്റ് പാക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. കാർഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ കാർഡ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അതായത് ടോട്ടൽ കസ്റ്റമൈസേഷൻ ആണ്. അതേപോലെ ഈ ഒരു ഓർഡർ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഏത് കൊറിയർ സർവീസിലൂടെയാണ് നിങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾ ഇന്ത്യ പോസ്റ്റ് വഴി മാത്രം. ഇന്ത്യ പോസ്റ്റ് അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കിട്ടും. നിങ്ങളിത് കളക്ട് ചെയ്യാനായിട്ട് വേറെ എങ്കിലും പോകേണ്ടി വരില്ല. അപ്പോൾ ഈ പോസ്റ്റേജിൻ്റെ എമൗണ്ട് വ്യത്യാസമുണ്ടോ? ഓൾ ഇൻക്ലൂഡിംഗ് ആണ് ഈ ഒരു റേറ്റ് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ലെതർ ചെരുപ്പ് വാങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടാണോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്? അല്ല നമുക്ക് സാധാരണ ചെരുപ്പ് യൂസ് ചെയ്യുന്ന പോലെ എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ? നമ്മുടെ ഇവിടുത്തെ രീതി എന്ന് വെച്ചാൽ മഴ ഒരു 365 ദിവസം 200 ദിവസം മഴ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും ചോദിക്കാറുണ്ട് ഇത് മഴയത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ തുറന്നു തന്നെ പറയാറുണ്ട് ഇത് നിങ്ങൾ ഒന്ന് നനഞ്ഞു എന്നോർത്ത് കുഴപ്പമില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഒരിക്കലും മഴയത്ത് ഉപയോഗിക്കരുത്. അല്ല, എല്ലാവരും ചോദിക്കുന്ന ആദ്യം തന്നെ ഇത് മഴയത്ത് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ എന്നാ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ ആദ്യം തന്നെ മഴക്കാലത്ത് ഇത് വേണ്ട. പക്ഷേ ഞങ്ങൾ മഴക്കാലത്താണ് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു മഴക്കാലത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സെയിൽ വരുന്നത്. കാരണം പ്രൈം കസ്റ്റമേഴ്സ് വരുന്നത് ഈ ലെതർ, മാക്സിമം നല്ല കസ്റ്റമേഴ്സ് ലെതർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് അലർജി ഉണ്ട്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലത്ത് എനിക്കൊന്ന് കോഴിക്കോട്, മലപ്പുറം അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എന്താണെന്ന് പറയുമ്പോൾ ലെതർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ജെനുവിൻ ലെതർ ആണോ എന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ അത് ജെനുവിൻ ലെതറിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരണം. പല സ്ഥലത്തും അന്വേഷിച്ചു കിട്ടിയില്ല. ലെതർ ചിലപ്പോൾ നിന്ന് പോവാന്നാണ് എല്ലാവരും. ചില ആൾക്കാർ പറയുന്നത് ലെതർ അധികം യൂസ് ചെയ്യുന്നില്ല, ആളുകൾ ഉപയോഗിക്കുന്നില്ല, ഉണ്ടാക്കുന്നവർ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലെതറിൽ തന്നെ വേണം. അലർജി ഉണ്ട്. അല്ല, ഇതിപ്പോ എങ്ങനെയാണ് ഇത് സൂക്ഷിക്കേണ്ടത്? ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഈ ഒരു ചെരുപ്പ് വാങ്ങിയിരിക്കട്ടെ, ഇതിപ്പോ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട രീതി? നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തുണി വെള്ളത്തിൽ നനയ്ക്കുക, നന്നായിട്ട് പിഴിയുക, എന്നിട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്താൽ സാധാരണ ക്ലീൻ ചെയ്യുന്ന പോലെ തുടച്ചങ്ങ് വെച്ചാൽ മതി. ഡ്രൈ ആക്കുക. സൺലൈറ്റിൽ വെക്കരുത്, ഷെയ്ഡിലാണ് ഉണക്കണം. പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അലർജിയുടെ കാര്യം പറഞ്ഞു. അലർജി വരുമ്പം പലരും ലെതർ ചെരുപ്പ് തന്നെ വാങ്ങിക്കും കടകളിൽ പോയിട്ട്. അതെ, ഈ ചില ബ്രാൻഡുകളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പുറത്ത് ലെതറായിരിക്കും, ഇൻസൈഡ് സിന്തറ്റിക് ആയിരിക്കും, ലൈനിങ് ഉള്ളിലത്തെ ലൈനിങ് സിന്തറ്റിക് ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ലെതർ, ഈ അലർജി ഉള്ളവർക്ക് ഈ സാധനം പിന്നെ ബുദ്ധിമുട്ടാവുള്ളൂ. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ 2 സൈഡ്, ഞങ്ങൾക്ക് 2 ലെയർ ഉണ്ട്. അപ്പം 2 ലെയർ, അതായത് കാണുന്ന ഭാഗവും ഉള്ളിലും ഇൻസൈഡും രണ്ടും ജെനുവിൻ ലെതർ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞു പോകുന്നു. അങ്ങനെ ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ
ഇത് ശരിയാണോ, ജെനുവിൻ ലെതർ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ ഞങ്ങൾ അറിയാം? ഞങ്ങൾ വാങ്ങിക്കുന്നത് ലെതർ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നത്, പക്ഷേ ഈ സീറ്റിംഗ് ഫുഡ് ബെഡ് എന്ന് നമ്മൾ പറയുന്നത് ഈ ബേസ് പൊടിഞ്ഞു പോകുന്നുണ്ട്. അത് സിന്തറ്റിക് ആയതുകൊണ്ടാണ് പൊടിഞ്ഞു പോകുന്നത്. നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെതർ ഒരു കാലത്തും അല്ല. അത് ശരിക്കും വാങ്ങുന്ന ആളുടെ രീതിയിൽ ചോദിക്കാം, അതെങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു പ്യുവർ ലെതർ ആണോ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലൈറ്റർ വെച്ച് ഒന്ന് കത്തിച്ചു. സിന്തറ്റിക് ആണെങ്കിൽ ഉറപ്പായിട്ട് കത്തും, ഉരുകിയിരിക്കും. ഇത് ഉരുകൂല. അല്ല, ഞങ്ങളുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ലൈറ്റർ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അവരോട് പറയും പീസായിട്ട് കൊണ്ടുപോകും, ഓരോ കുറെ പീസുകൾ കളർ, അവരോട് പറയും കത്തിച്ച് വെക്കണം പറയും. അപ്പം സിന്തറ്റിക് ആണെങ്കിൽ അത് ഒരിക്കലും മേലോട്ട് പിടിക്കും, അല്ലെങ്കിൽ ഇത് കത്തില്ല, സമയം എടുക്കും. എനിക്ക് തോന്നുന്നു ലേഡീസിൻ്റെത് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ഇതേ ഈ മോഡല്, പിന്നെ ഈ മോഡല്, ഇത് രണ്ടുമാണ് കൂടുതൽ സെയിലാവുന്നത്. ഓ, അത് ശരി. രണ്ടും നല്ല കളറല്ലേ? ഇതൊക്കെയാണ് കൂടുതൽ സെയിലാവുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരുടെയും കാലിൽ ഏറ്റവും കൂടുതൽ വൈറ്റും ഈ കളറും ആയിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങളും ഇതൊക്കെ ധരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ റെഡ് കളറൊക്കെ കിട്ടാൻ വളരെ റെയർ ആണ്. അതുകൊണ്ട് റെഡ് ഒത്തിരി, റെഡ് അല്ല, ഇത് മെറൂൺ ഒത്തിരി സെയിലാവുന്ന ഒരു, അത് ഈ ചെരുപ്പാണേലും ഒരുപാട് പോകും. ഡിസൈൻ എത്ര വയസ്സുള്ളവരാ കൂടുതലും നമുക്ക് ഓർഡർ തന്നിട്ട്? നമുക്കൊരു മിഡിൽ ഏജ് ആണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. പക്ഷെ നമ്മളിലേക്ക് ഇപ്പൊ എത്തുന്നത് ഈ ചെറിയ പിള്ളേരും എക്സിബിഷന് പോയപ്പോ പതുക്കെ ഓരോ ഡിസൈൻ കാണുമ്പോൾ ഇട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞ ഒരു പബ്ലിക്കിന്റെ ഒരു ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ അത് കൺസിഡർ ചെയ്യാറുണ്ടല്ലേ? ഡിസൈനിന്റെ കാര്യത്തിൽ ചില ആൾക്കാർ ഇപ്പൊ തന്നെ മെസ്സേജ് ഒക്കെ വിടാറുണ്ട്, ഇങ്ങനത്തെ ഡിസൈനൊക്കെ മാറ്റി പുതിയ ഡിസൈൻസ്. പക്ഷെ നമ്മൾ ഡിസൈൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിലൊരു ലേഡീസിന് തന്നെ 15-16 മേളിൽ ഡിസൈൻ ഉണ്ട്. അത് നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്, ഹസ്ബൻഡ് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്, പാറ്റേൺ ചെയ്യുന്നത്. നമ്മൾ വെളിയിൽ എവിടെയും ചെയ്യിക്കുന്നതല്ല, സ്വന്തമായിട്ട്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഒരാൾ 2 ദിവസമെങ്കിലും ഇരുന്നാൽ മാത്രമേ ഇതിനൊരു പാറ്റേൺ ഉണ്ടാക്കലും ഡിസൈൻ ഉണ്ടാക്കലും ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസ് അനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട് നമുക്ക്. ഇപ്പൊ ലേഡീസിന്റെ ആണെങ്കിൽ 36 തുടങ്ങി 42 വരെയുണ്ട്. ജെൻസിന്റെ ആണെങ്കിൽ 7 to ഒരു ഇപ്പൊ 12 നമ്മൾ ഇറക്കുന്നുണ്ട്. 10, 11, 12 പലരുടെയും ഡിമാൻഡ് അനുസരിച്ച് സാധാരണ 10 വരെ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഒത്തിരി ആളുകളുടെ ഡിമാൻഡ് ഉണ്ട് 11, 12 ഇറക്കണം. അങ്ങനെ നമ്മൾ അതിന്റെ ഏകദേശം ഒരു ധാരണയിൽ എത്തി. സോളൊക്കെ ഇറക്കിയിട്ടുണ്ട്, അത് നമ്മൾ പബ്ലിക് ആക്കിയിട്ടില്ല. കാരണം 11, 12 ഞാൻ തന്നെ ഇപ്പൊ എന്റെ 10 സൈസ്. ചില സമയത്ത് 10 ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ വിഡ്ത്ത് ഒരു പ്രശ്നമാവാറുണ്ട്. അങ്ങനെ അതുമല്ല ഈ സോളിന് എന്താ ഇതിന് പറയാ, ഈ ഒരു സ്ഥലം കുറച്ച് നമ്മൾ പുറകോട്ട് ഉണ്ടാവണ്ടേ, ഒരു സ്പേസ് വരണ്ടേ. ചിലപ്പോ നമ്മള് കുത്തി നിറച്ചിടേണ്ട അവസ്ഥ വരാറുണ്ട്. സൈസ് നോക്കും, ഇവിടെയും ഗ്യാപ്പ് വരില്ല. അത് കറക്റ്റ് ആയിട്ട് ഗ്യാപ്പ് വരണം. അപ്പോൾ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. ബാക്കിൽ നമുക്ക് ഒത്തിരി ഒരു സ്പേസ് വേണ്ടേ. ഇപ്പൊ നമ്മൾ ലേഡീസിന് 42 വരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 43, 44 കൊണ്ടുവന്നാലും ചെലവാകും. പക്ഷെ അത് ഒത്തിരി എടുത്തു വെക്കാനും ഒക്കില്ല, അത് ഡെഡ് സ്റ്റോക്ക് ആയിട്ട്. 100-ൽ 1-2-3 പേര് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ നമുക്ക് എടുത്തു വെക്കാനും ഒക്കില്ല. പക്ഷെ ജെൻസിന് 11, 12 ഒരുപാട് പേര് വരുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ ഒത്തിട്ടില്ല. ഇപ്പൊ നമ്മൾ സോൾ ഇറക്കി, നെക്സ്റ്റ് ടൈം തന്നെ അത് വെബ്സൈറ്റിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ജെൻസിൻ്റെത് പോകുന്നത്. ഇത് നമ്മളുണ്ടല്ലോ ബാക്ക് സ്ട്രാപ്പ് ഇല്ലാതെ വിതൗട്ട് സ്ട്രാപ്പ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതാകുമ്പോഴേക്കും വിതൗട്ട് സ്ട്രാപ്പ് ഉണ്ടാക്കുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തമ്പിന്റെ ഇവിടെ ഒരു പിടുത്തം കൊടുക്കുന്നുണ്ട്, നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണത്. അത് ഏകദേശം ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് ഇവിടെ പിടുത്തം വരാനായിട്ട്. കാരണം ആളുകൾക്ക് അല്ലെങ്കിൽ കാലും ബുദ്ധിമുട്ടായിരിക്കും. അത് ഇതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ നമ്മൾ തന്നെ സ്വന്തം ലെതറിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക്കുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇത് പിന്നെ സ്ട്രാപ്പ് ഉള്ളത്, വിത്തൗട്ട് സ്ട്രാപ്പ് ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത്. പല ഡിസൈൻ ഞാൻ അങ്ങനത്തെ ഒരെണ്ണം കണ്ടു. ഇപ്പോൾ എനിക്ക് അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്ക് ഈ ഒരു ഷെയ്ഡും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു ബെൽറ്റ് ഇതും ഇങ്ങനെ തന്നെ ഡബിൾ സ്ട്രാപ്പ് ആണിത്. പിന്നെ ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഡബിൾ സ്ട്രാപ്പിലാണെങ്കിലും ഇവിടെ ഒരു ടോപ്പ് പോസ്റ്റ് കൊടുക്കാൻ പറയുന്നുണ്ട് ആളുകൾ. അങ്ങനെ ടോപ്പ് പോസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെൻസിന്റെയും ഓൾമോസ്റ്റ് ഇപ്പൊ എത്ര ഡിസൈൻസ് ആണ്? ജെൻസിന്റെ ഏകദേശം 15+ ഉണ്ടാവും ഏകദേശം. എനിക്ക് ഇത് ഇഷ്ടമായി, ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെരുപ്പ് കണ്ടോ, ഇതും
എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു ഡബിൾ വള്ളിയുള്ള ടൈപ്പ്. അങ്ങനെ എനിക്ക് ഒരു 3 രസമുള്ള ഡിസൈൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഡബിൾ സ്ട്രാപ്പിൻ്റെ എനിക്കിതാണ് ഇഷ്ടമായത് കേട്ടോ. എന്തായാലും ജെൻസിൻ്റെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും പറഞ്ഞ പോലെ 10-30 സെലക്ഷൻസോളം ഉണ്ട് രണ്ടുപേരുടെയും. ഇതൊരു നോർമൽ കാലാണ്. ചിലരുടെ കാലിൻ്റെ അവിടെ ഇവിടുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് വന്ന് ഭയങ്കര നീരൊക്കെ വെച്ച കാലുകളുണ്ട്. അങ്ങനെയുള്ള കാലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെരുപ്പാണ് ഇതുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ഫ്രീ ആണ്. എത്ര വണ്ണം കൂടിയാലും ശരി നമുക്കിങ്ങനെ ചെരുപ്പ് കയറുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഭയമുണ്ട്. ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ, അഥവാ കിട്ടിക്കഴിഞ്ഞാൽ സൈസിൽ മാറ്റം വന്നാൽ അതെങ്ങനെ മാറ്റിത്തരും എന്നൊക്കെ ഒരു ശങ്കയുണ്ടാവും. ആ കാര്യത്തിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് സൈസ് പറ്റുകയില്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചയച്ചു തരിക, ഞങ്ങൾ റീപ്ലേസ്മെൻറ്റ് തരും. ഇനി അഥവാ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫുൾ റീഫണ്ട് തരാനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്നവർ ഡയറക്റ്റ് ഞങ്ങളെ അതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമാകും. കാരണം അവരുടെ കാലിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ ചില ആൾക്കാർ ഇങ്ങോട്ട് വെബ്സൈറ്റ് ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ വിളിക്കും, ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ കാലിന് ഇത്ര പ്രശ്നമുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചവരോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിലും നമുക്കും കൂടുതൽ സൗകര്യമായിരിക്കും. കാരണം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കാം. ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് പറയും, അയ്യോ സാറേ എനിക്ക് 39 അല്ലായിരുന്നു വേണ്ടത്, 38 ആയിരുന്നു, അല്ലെങ്കിൽ 7 അല്ലായിരുന്നു, അല്ലെങ്കിൽ 8 വേണമായിരുന്നു. അങ്ങനെയുള്ള ഒരു അസൗകര്യങ്ങളും നമുക്ക് കുറയ്ക്കാനായിട്ട് മാറ്റിയെടുക്കാം സഹായിക്കുന്നതാണ്. ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യുവാണെങ്കിൽ. എനിക്കിഷ്ടപ്പെട്ട ഡിസൈൻസാണ് ഞാൻ കാണിച്ചത്. അതായത് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒരു 10-30 വെറൈറ്റീസാണ്, സെലക്ഷൻസാണ് ഇപ്പോൾ ലൂജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഓൺലൈൻ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഒരു ഹോംലി ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞാൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കുന്ന 2 പേരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെപ്പോലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതായത് പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി ബഡ്ജറ്റായിട്ടാണ് ഇവർ വളരെ പാഷനേറ്റ് ആയിട്ടാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അതും നേരിട്ട് കസ്റ്റമറിലേക്കാണ്. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറി ചാർജസ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇവരോട് സംസാരിക്കാം. അതൊരു വലിയ കാര്യമല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും വളരെ കാര്യമായിട്ട് തന്നെ ലൂജ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൂജ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് വളരെയധികം വരട്ടെ. കേരളം മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിലേക്ക് എത്തട്ടെ, കടലും കടന്നു പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് കസ്റ്റമൈസേഷൻ നോക്കി നടക്കുന്ന ഒരാളാണ്. എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ ലൂജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനം ഒരുപാട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിലും. എന്തായാലും ഞാനും ചെരുപ്പുകളൊക്കെ ഞാനും എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. കസ്റ്റമൈസേഷൻ മറക്കണ്ട. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു സോ മച്ച്.